ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പം ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് കാലം പറഞ്ഞ കഥ എന്ന് പറഞ്ഞ സിനിമയിലെ ഹീറോയിനാണ് ഡോക്ടർ സാൻഡ്ര അല്ലേ? അതെ. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എന്നില്ല ഞാൻ ചോദിച്ചു തുടങ്ങാം. ഓക്കെ, എന്തൊക്കെയുണ്ട് സുഖമായിട്ടിരിക്കുന്നു. കോളേജൊക്കെ കഴിഞ്ഞപ്പം 5-6 months ആയി. നാട്ടിൽ തന്നെ ഉണ്ട്, ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ വർക്ക് വന്നത്. അപ്പം ഒരു 3-4 months ആയി കഴിഞ്ഞിട്ട്. സുഖം, അങ്ങനെ നല്ലോണം പോകുന്നു. അപ്പോൾ സാൻഡ്രയുടെ ഈ ഒരു സിനിമയത്തെ ക്യാരക്ടറിനെ വെച്ച് തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം. എന്താണ് ഈ ക്യാരക്ടർ? ക്യാരക്ടറിന്റെ നെയിം വൈഗ എന്നാണ്. കൂടുതൽ റിവീൽ ചെയ്യുന്നില്ല, എന്നാലും ആജാസിന്റെ പേരായിട്ടാണ്. ഇതിലെ ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ഒരു 1 year ബാക്ക് ഒക്കെ നടന്ന കുറച്ച് ഇൻസിഡൻസിന് ബേസ്ഡ് ആയിട്ട് ഒരു സ്റ്റോറി ലൈൻ കിട്ടി. അതിൻ്റെ ബേസ്ഡ് ആണ് ഈ മൂവി. അപ്പോൾ അതിൽ കൊലപാതകങ്ങൾ എന്നുള്ളതിനുപരി അതിൻ്റെ എന്തുകൊണ്ടാണ് അതിലേക്ക് എത്തിയത്, എന്തൊക്കെ സർക്കംസ്റ്റൻസസിലൂടെ ഒരു ഫാമിലിയുടെ സിറ്റുവേഷൻസും എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അതിൽ അജാസിന്റെ പേരാണ്. കൊലപാതകങ്ങളിൽ ഞാനും ഒരാൾ മരിക്കുന്നുണ്ട്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ്, എന്താണ് എന്നൊക്കെ ഉള്ളത് ഫിലിമിൽ ബാക്കി കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ എനിക്ക് തോന്നുന്നു സാൻഡ്രയുടെ പാരന്റ്സ് ആയിട്ട് വരുന്നത് ജയൻ ചേട്ടനും പിന്നെ ലക്ഷ്മി ചേച്ചിയും. അതെ. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ലൈക്ക് ഇപ്പൊ അവരെ വെച്ച് നോക്കുമ്പോ അവര് കുറെ കാലമായിട്ട് ഇല്ല. ലക്ഷ്മി ചേച്ചീനെ നേരിട്ട് അങ്ങനെ അധികം വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും അറിയാം. നമ്മൾ സീരിയൽസിലൊക്കെ ചേച്ചി ഉള്ളപ്പോൾ തൊട്ടുന്ന് കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ചേർത്തല ജയൻ സാറിൻ്റെ ആണെങ്കിലും എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം കൂടുതലും കുഞ്ഞിലെ ഫിലിംസ് 1-2 ചെയ്തിട്ടുണ്ട്. ഞാൻ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതലും ഞാൻ സീരിയൽ ഫീൽഡിലായിരുന്നു ചെയ്തതും വർക്ക് ചെയ്തിരുന്നതൊക്കെ. അപ്പൊ അതിലെന്ന് പറയുമ്പോൾ സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, പ്രോംപ്റ്റ് ചെയ്ത് പറയും, നമ്മൾ ആ ഒരു ഇതിലായിരിക്കും പോകുന്നത്. ഫിലിമില് ഇതില് പ്രോംപ്റ്റിങ് ഉണ്ടായിരുന്നു, എന്നാലും ജയൻ ചേട്ടൻ്റെ കൂടെയുള്ള സീൻസിലൊക്കെ വരുമ്പോൾ ചേട്ടൻ പറഞ്ഞുതരും, ഇങ്ങനെ ഗൈഡ് ചെയ്യും നല്ല പോലെ. ഇങ്ങനെയാണോ നീ വീട്ടിൽ പപ്പേനോട് സംസാരിക്കുന്നത്, പ്രോംപ്റ്റിങ് വെച്ചാൽ നേരെ നാച്ചുറൽ ആക്ടിങ് വരില്ല, അല്ലാണ്ട് നീ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് നീ ചെയ്തോ, അങ്ങനെ നല്ല കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞു തന്നപ്പോഴത്തേക്കും കൊള്ളാം, കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ പറ്റി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പേടിച്ചായിരുന്നോ ലൈക്ക് ഇങ്ങനെയാണോ? ശരിക്കും ഫസ്റ്റ് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം പുള്ളി നല്ല സീനിയർ ആണല്ലോ. ഞാനിപ്പോ ഒത്തിരി ഗ്യാപ്പിന് ശേഷം കൂടെ വരുന്നോണ്ട് എല്ലാം എനിക്ക് പുതിയതുപോലെ ആണല്ലോ. കുഞ്ഞിലെ ഒന്നിച്ചൊന്നും അഭിനയിച്ചിട്ടില്ല, പക്ഷെ പുള്ളിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ഞാനിങ്ങനെ പോയി പരിചയപ്പെട്ടു. സാർ എന്നെ ഓർമ്മയുണ്ടോ, ഞാനിങ്ങനെ ദേവി മഹാത്മ്യം ഏഷ്യാനെറ്റിലുള്ള സീരിയലിൽ പഞ്ചമിയായിട്ട് ചെയ്തിട്ടുണ്ട്. സീരിയൽസിലൊക്കെ കുഞ്ഞിലെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഒന്നിലും ഇല്ല, കുറച്ച് ഗ്യാപ്പായി നിൽക്കുവാണ്. അപ്പോഴത്തേക്കും പുള്ളി എന്തോ ഓർത്തു. നമ്മളിങ്ങനെ അമ്മയുടെ ആത്മയുടെ ഒക്കെ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ പുള്ളി ഇങ്ങനെ കാണാറുണ്ട്. നമ്മളിങ്ങനെ പറയുമായിരുന്നു, ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, എവിടെ പോയോ ആവോ എന്നൊക്കെ. ഇങ്ങനെ പുള്ളിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അത് ഭയങ്കര ഹാപ്പിയായി ഞാനത് കേട്ടപ്പോൾ, ഓർമ്മയുണ്ടല്ലോ എന്നുള്ളതൊക്കെ. അപ്പത്തേനും തന്നെ എനിക്കൊരു ആശ്വാസമായി, സന്തോഷമായി. പിന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ 1-2 ഡേയ്സേ ഉണ്ടായിരുന്നുള്ളൂ പുള്ളിയായിട്ടുള്ള സീൻസ് ഒക്കെ. കൂടുതലും സെന്റിമെന്റൽ സീൻസ് ആയിരുന്നു. അപ്പോൾ കുറച്ച് നല്ലോണം ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. അപ്പോൾ ഈ വേറെ കുറെ സീരിയൽസിലൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് ചെയ്ത് കുറച്ച് വർഷം, എന്തായാലും കുറെ വർഷം മുന്നേ ഉള്ളല്ലോ, അതിൽ നിന്ന് ഒരുപാട് മാറി. അഭിനയാണെങ്കിലും സിനിമ ഇൻഡസ്ട്രി ആണെങ്കിലും. അപ്പൊ എന്ത് വീണ്ടും തിരിച്ചു വന്നപ്പോൾ ഉള്ളൊരു ഇതെന്തായിരുന്നു? തിരിച്ചു വന്നപ്പോൾ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഞാൻ ഇപ്പോൾ എല്ലായിടത്തും ഇത് തന്നെയാണ് പറയുന്നത്. ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഈ നമ്മുടെ ഹാപ്പിനെസ് കാണും, നല്ലപോലെ കരയേണ്ട സീൻസ് ആണ്. ഞാൻ കൂടുതലും ചെയ്തത് ഭക്തി സീരിയൽസും കൂടെയാണ്. അപ്പോൾ ദേവി ആണെങ്കിലും അയ്യപ്പനാണെങ്കിലും വേളാങ്കണ്ണി മാതാവാണെങ്കിലും ഒക്കെ കൂടുതലും ശോകം അഭിനയിക്കും, നമ്മൾ ഹാപ്പി അഭിനയിക്കും, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ റൊമാൻസ് നമ്മൾ ചെയ്തിട്ടില്ല, കുഞ്ഞിലെ ചെയ്ത് ശീലമില്ല. ഇപ്പം ഫസ്റ്റ് ടൈമാണ് അങ്ങനത്തെ ഒരു മേഖലയിലേക്ക് കയറുന്നത്. അപ്പോൾ അതിന്റെ കുറച്ച് എനിക്ക് ചെയ്യാൻ പറ്റുമോ, അത് അജാസിനാണെങ്കിലും അവനും ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നത് കൊണ്ട് അങ്ങനത്തെ ഇത് ചെയ്ത എക്സ്പീരിയൻസ് നമുക്ക് രണ്ടുപേർക്കും ഇല്ല. ഒരാൾക്കുണ്ടെങ്കിൽ ഓക്കെ, അയാളുടെ ഒരു ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അങ്ങനെ ആദ്യം കുറച്ച് പാടായിരുന്നു. പിന്നെ അത് കുറച്ച് കൊറിയോ ചെയ്ത ചേട്ടന്മാരാണെങ്കിലും ഒക്കെ പറഞ്ഞൊക്കെ തന്ന് സോങ്ങിനൊക്കെയാണ് മെയിനായിട്ട് അത് ആവശ്യം വന്നത്. അതൊക്കെ 1-2 ദിവസമായപ്പോ ഓക്കെ ആയി. എങ്ങനെയുണ്ടായിരുന്നു അജാസ് ആയിട്ടുള്ള ഒരു സീൻസ് ഒക്കെ? ലൈക്ക് എന്തായാലും ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയി വന്നു, രണ്ടുപേരും ആ ഒരു ഒരേ വൈബ് ആയിരിക്കുമല്ലോ. അതെ. ഇപ്പം അജാസ് ആണെങ്കിലും നമ്മൾ രണ്ടുപേരും ഇപ്പൊ കോളേജിന്റെ ആ ഒരു ഇതായതുകൊണ്ട് കുറച്ചുകൂടെ ടോപ്പിക്സ് സംസാരിക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഒത്തിരി
ഒരു റാപ്പ് വന്നതിന് ശേഷം നല്ല കംഫർട്ടബിൾ ആയിരുന്നു വർക്ക് ചെയ്യാനൊക്കെ. പിന്നെ ഈ പറഞ്ഞ രണ്ടുപേരും കുഞ്ഞിലേ ഉള്ള ഒരു ഇത് മാറി പുതിയതായിട്ട് വന്നപ്പോൾ ഉള്ള ചില മാറ്റങ്ങളൊക്കെ എന്തായാലും എല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കാനൊക്കെ പറ്റി.